എല്ലാവർക്കും കേൾക്കാമായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്കൊന്നിച്ച് കൂടുവാനായിട്ട് ദൈവം ഈ ഓൺലൈനിലൂടെ ഒരു അവസരം ഒരുക്കിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നല്ലവനാണ്. വാക്ക് മാറാതെ വിശ്വസ്തനായി നമ്മോടുകൂടെയൊക്കെയും ഇരുന്ന് നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഭയം മനുഷ്യനെ വല്ലാതെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഏതാണ്ട് 9/11 കഴിഞ്ഞ സമയത്ത് ഒരു വലിയ ഭീതി അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായി. എന്നാൽ അതുപോലെ തന്നെയാണെങ്കിലും ഇത് ലോകം മുഴുവനും മനുഷ്യൻ ഭയപ്പാടിൻ്റെ അവസ്ഥയിൽ കഴിയുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നതും കഴിയുന്നത് ഈ സമയത്ത്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഭയമില്ലാത്തവരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവകാശം നൽകിയിട്ടുണ്ട്. God has given us the privilege to be fearless because God is a God who is in control, who is almighty. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടാത്തവരായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് 46-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. അത് ഞാൻ മലയാളത്തിൽ വായിക്കാം, ആരെങ്കിലും അതിനുശേഷം ഇംഗ്ലീഷിലൊന്ന് വായിക്കണം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഒലിച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവേൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകും. ഈ സങ്കീർത്തനം ഞാൻ നേരത്തെ നമ്മൾ ചിന്തിച്ച പോലുള്ള സങ്കീർത്തനങ്ങളിലെ ആശ്വാസത്തിൻ്റെയും ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ധൈര്യം നൽകുന്നതുമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. അനേക ഭക്തന്മാരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തനമാണിത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. There is a river and God is in the midst of all of this എന്നാണ് അവിടെ പറയുന്നത്. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്. ഈ സങ്കീർത്തനം ഞാൻ പറഞ്ഞതുപോലെ അനേക വിശുദ്ധന്മാരെ ധൈര്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മാർട്ടിൻ ലൂതർ, the great reformist in the 15th century, who actually Reformation, the leader of the Reformation, was comforted by this psalm so many times that he was actually in danger of his life because of the threat from the religious leaders at that time, and he had to hide himself many times. അങ്ങനെ അന്നത്തെ പോപ്പിൽ നിന്നും കത്തോലിക്ക സഭയുടെ നേതാക്കന്മാരിൽ നിന്നൊക്കെയും പലരെ ജീവന ഭീഷണി ഉണ്ടായ സമയത്ത് ഒളിവിൽ താമസിക്കേണ്ടതായി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കൂടിയിരിക്കുമ്പോൾ പലപ്പോഴും ഈ സങ്കീർത്തനം വായിച്ചാണ് ധൈര്യപ്പെട്ടിരുന്നതെന്ന് ഞാൻ വായിക്കുകയുണ്ടായി. ഫിലിപ്പ് എന്ന് പറയുന്ന ആയിട്ടുള്ളൊരു കൂട്ടുകാരനുമായിട്ട് പല സമയത്ത് ഒളിവിൽ കഴിഞ്ഞ സമയത്ത് when they become really depressed and afraid, they come together and lift their voices up and read the psalm. And during that time he wrote a famous hymn. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യത്തിലെ മൈറ്റി ഫോർട്രസ് ഈസ് അവർ ഗാഡ്, എ ബുൾവാർഡ് നെവർ ഫെയിലിംഗ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഹിമ്മുണ്ട്. അത് വളരെ ഓൾഡായിട്ടുള്ളൊരു ഹിം അന്ന് ഇവരെഴുതിയതാണ്. ആ പാട്ട് അവർ പാടിക്കൊണ്ട് ഇത്
അവർ സമാധാനവും അതിൽ നിന്ന് സന്തോഷവും ഒക്കെ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്ന് വായിക്കുന്നുണ്ട്. ജോൺ കാൽവിൻ എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രേറ്റ് തിയോളജിയൻ ഓൾസോ വാസ് കംഫർട്ടഡ് ബൈ ദിസ് സാം ഗ്രേറ്റ്ലി. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നടന്നതായിട്ടുള്ള ചില സംഭവങ്ങളുടെ മധ്യത്തിലും ഇത് അവരെ ധൈര്യപ്പെടുത്തിയായിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ വായിച്ചു. ഗുജറാത്തിലുണ്ടായിട്ടുള്ള ഒരു ഭൂകമ്പം, an earthquake that happened, I think it was about 10 or 15 years ago. A group of people were praying in a building, and they were actually afraid because their building was shaking and all around they had destruction happening and they could see it through their windows. Then they started reading this psalm, and I read this story, how they survived, and they read this psalm over and over again. ഈ സങ്കീർത്തനം വായിച്ചവർ ധൈര്യപ്പെട്ടു. അതിൻ്റെ ഭൂമി കുലുക്കമൊക്കെ മാറിക്കഴിഞ്ഞവർ വെളിയിലോട്ട് നോക്കിയപ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. ഇവരുടെ ആ ഒരു ബിൽഡിംഗ് മാത്രം അവിടെ നിന്നു. ചുറ്റുപാടുമുള്ള എല്ലാ ബിൽഡിങ്ങും തകർന്നു പോകാനായിട്ട് ഞാൻ ഒരു ബുക്കിൽ അവരുടെ അനുഭവത്തെക്കുറിച്ച് വായിക്കുകയുണ്ടായി. അങ്ങനെ അനേകരെ ധൈര്യപ്പെടുത്തുകയും ജീവിതാനുഭവങ്ങളിലൂടെ നടത്തുകയും ചെയ്തതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ 46-ാം സങ്കീർത്തനം. ചൈനയിലൊരു മിഷണറി ഫാമിലി, ഒരു വലിയ 1950കളിൽ അവിടെ റവല്യൂഷൻ നടക്കുന്നതായിട്ടുള്ള സമയത്ത് അവരെല്ലാം അവിടുന്ന് പറഞ്ഞു വിടുന്നതായിട്ടുള്ള ഒരു സമയമായിരുന്നു മിഷണറിമാരെയൊക്കെ. അന്ന് 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ഗ്രാമത്തിലുണ്ടായ ഫൈറ്റിൻ്റെ ഇടയിൽ ഈ മിഷണറിയുടെ ഭവനവും അകപ്പെട്ടു. അവരുടെ കണ്ണാടി ചില്ലുകളും ജനലുകളും ഒക്കെയും തകർക്കപ്പെട്ടു. ഇവര് വളരെ ഭയപ്പെട്ട് ക്ലോസറ്റിൽ കയറി കതവടച്ച ഈ സങ്കീർത്തനം വീണ്ടും വീണ്ടും വായിക്കുകയുണ്ടായി. അങ്ങനെ അവരെ ജീവിതത്തിൽ ആ അക്രമങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് ഞാൻ മറ്റൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. അനേകരെ ധൈര്യപ്പെടുത്തി നമ്മളിൽ പലർക്കും ധൈര്യവും ആശ്വാസവും ഒക്കെ നൽകുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എഴുതുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ഓർക്കണം, കോരഹ് പുത്രന്മാർ എഴുതുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണിത്. ദൈവത്തിന്റെ പട്ടണമായ യെരുശലേമിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. The presence of God usually is referred to as the city of Jerusalem. യെരുശലേമിനെ ദൈവം എങ്ങനെ അത്ഭുതകരമായിട്ട് കാക്കുന്നു എന്ന് ആണ് ഈ സങ്കീർത്തനക്കാരെ എഴുതുന്നത്, കോരഹപുത്രന്മാരെ എഴുതുന്നത്. അവരുടെ ജീവിതത്തിലും അനേക അനുഭവങ്ങൾ അവർക്ക് പറയുവാനായിട്ടുണ്ട്. അനേക സങ്കീർത്തനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെയും പറയുവാനായിട്ടുണ്ട് അവർക്ക്. കാരണം കോരഹപുത്രന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഭൂമി പിളർന്ന് അനേകരെ വിഴുങ്ങിയ സമയത്ത് ഇവർ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. This psalm was written when things were not going very well, but extremely adversity affecting them, from which God had provided deliverance. അവരെ വലിയ ആപത്തിൽ നിന്ന് ദൈവം വിടുവിച്ച സമയത്ത് എഴുതിയതായിട്ടുള്ള ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഭൂമി കുലുങ്ങുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു, പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീഴുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, വെള്ളം ഇരച്ച് കലങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. എന്നാൽ അതിൻ്റെ മധ്യേ ഒരു നദിയുണ്ട്. There is a river that flows through the city of God. ദൈവത്തിന്റെ നഗരത്തെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു നദി അതിന്റെ മധ്യത്തിലൂടെ പോകുന്നതായിട്ട് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു. A river of God's river that is flowing through the midst of the city of Jerusalem എന്ന് ഈ സങ്കീർത്തനക്കാരൻ അവിടെ വായിക്കുന്നു. There is a river, അതിന്റെ തോടുകൾ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. Even in the midst of all of this fearful and very threatening situations that are happening around them, there is a river that is flowing calmly through the midst of all of this. A river that is calmly flowing. A peace like a river എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, peace like a river. അങ്ങനെയുള്ള ഒരു നദി ഇതിന്റെ മധ്യത്തിലൂടെ ഒഴുകി പോകുന്നതായിട്ടും ആ നദി ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു നദിയായിട്ടും നമ്മൾ ഇവിടെ കാണുന്നു. ഈ യെരുശലേം എന്ന് പറയുന്നത് സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരു പട്ടണമാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. സെഞ്ചുറീസ് ആയിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പട്ടണമാണ് യെരുശലേം. They never knew what peace was like.
അപ്പോൾ അവരെപ്പോഴും ഭയത്തിൻ്റെയും ഭീതിയുടെയും നിഴലിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ അനേക സമയങ്ങൾ, a lot of times they were attacked and taken over by their enemies, and they rebuilt the city, and then again they were attacked and destroyed, and they rebuilt the city again. അങ്ങനെ അനേക പ്രാവശ്യം നശിക്കപ്പെടുകയും വീണ്ടും അവരെ റീബിൽഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ യെരുശലേം. about 3000 years over now that they since have never seen peace or experienced security in their lives. So all of these things are happening recently. നമുക്കറിയാം, ഞങ്ങൾ we visited the Holy Land recently. ഞങ്ങൾ യെരുശലേമിൽ പോയ സമയത്തും we can feel that fear, the confusion that people have within that city even now. അതിപ്പോഴും അതിന് മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അനേക രാജ്യങ്ങളിൽ ഇപ്പോൾ യെരുശലേമിനെ ആണ് ടെലവീവിൽ നിന്ന് മാറ്റിയിട്ട് യെരുശലേമിനെ ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ എംബസീസൊക്കെ ഇപ്പോൾ അങ്ങോട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ problems also that is happening in that city now. So even now it is no different, that city has been in tumult and problems all the time. ലോക നേതാക്കന്മാർ അനേകർ പലതരത്തിലുള്ള സമാധാന ചർച്ചകളൊക്കെ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. Every president in the United States will try with a peace treaty, and every president has a peace treaty, but none of them seem to work. Leaders will devise and strategize, and they meet and they make plans and projections and proposals, but none of them has worked. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ഇതിന് സമാധാനം കണ്ടെത്തുവാനായിട്ട് ഈ കോരഹപുത്രന്മാരെ പറയുന്നതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നും, they are not political, they are not financial, they are not economic, but they are spiritual. നമ്മളെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള, നമ്മളെ ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനായിട്ട് സഹായിക്കണമെങ്കിൽ ആത്മീയമായി ദൈവവുമായിട്ട് അടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യുവർ help is not coming from any of the other forces or leaders or any other power in this world, but only the peace that comes from God, the river that flows through the midst of all of this, that rejoices, that gives joy to the kingdom of God. ദൈവ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു നദിയായിട്ട് ഈ സങ്കീർത്തനക്കാരൻ അവിടെ ഇത് പറയുന്നുണ്ട്. നമ്മൾ ഏദൻ തോട്ടത്തിലെ കാര്യം എടുക്കുമ്പോൾ I was reading about this story of the Garden of Eden. There is a very good interesting story that we read there. അവിടെ നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യനെ ദൈവം മനുഷ്യന് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിലെ മനുഷ്യനെ അവിടെ അതിനെ കാപ്പാനായിട്ടും അതിൽ നിന്ന് ഭക്ഷിപ്പാനായിട്ടും ഒക്കെയും അവനെ അവിടെ ആക്കിയ സമയത്ത് നമ്മളവിടെ വായിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം, ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 10. എ റിവർ വെന്റ് ഔട്ട് ഓഫ് ഈഡൻ. അവിടെ നിന്ന് വായിച്ച മലയാളത്തിൽ, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു, അല്ലേ? എ റിവർ വെന്റ് ഔട്ട് ഓഫ് ഈഡൻ ടു വാട്ടർ ദ ഗാർഡൻ, ആൻഡ് ഫ്രം thence it was parted and became into 4 heads. Then പിന്നെ തുടർന്ന് വായിച്ചേ 10 മുതൽ 11. ഒന്നാമത്തേതിന് പീശോൻ എന്ന പേർ. അത് ഹവീലാദേശമൊക്കെ ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലവും ഓമേദവും ഉണ്ട്. 2-ാം നദിക്ക് പീശോൻ എന്ന പേർ. അത് കൂരുന്നു. അത് എന്ന പേർ. അത് അശൂരിന് കിഴക്കോ. 4-ാം നദി. അവിടെ ഞാൻ പറഞ്ഞത്, ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കിയ സമയത്ത് there is a river that was flowing through the garden. അത് 4 ശാഖകളായിട്ട് പിരിഞ്ഞു. It actually split into 4 different streams. അതിലെ 4ന്റെയും പേരുകളെ നമ്മളവിടെ വായിക്കുകയുണ്ടായി. ഒന്ന് നമ്മൾ വായിച്ചത് is Pison, and the other one is Gihon, and then Hiddekel, and then Euphrates. അതിൽ 1-ാം നദിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പീസോൻ എന്താണെന്ന് പറയുന്നത്, it actually flows through the land of Havilah, where there is gold, and the gold of that land is good. There is beryllium and onyx stone. അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന എന്തൊക്കെയാണ്? ഗുൽഗുലുവും
ഗോമേതകവും അവിടെ ഉണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? There is gold, അല്ലേ? And the gold of that land is good. So God has provided the 4 different branches of that river. ആ റിവറിന്റെ പേരെന്താണെന്ന് അവിടെ പറയുന്നില്ല, എന്നാൽ 4 ശാഖകളുടെയും പേര് അവിടെ എടുത്തു പറയുന്നുണ്ട്. It is Pison, Hiddekel, Tigris and Euphrates. അങ്ങനെ 4 ഫ്രാത്ത് നദി എന്നാണ് മലയാളത്തിലെ അവസാനത്തെ നദിയുടെ പേര് പറയുന്നത്. അതിൽ ഒന്നാമത്തെ നദി പീസോനിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇറ്റ് ഈസ് ദി പ്ലേസ് ഓഫ് പ്രോസ്പെരിറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് പ്ലേസ് ഹാഡ് ദ 2 elements of ബെഡലിയം ആൻഡ് ഓണിക്സ് സ്റ്റോൺ. ഗുൽഗുലുവും ഗോമേതകവും, മലയാളികളായിട്ടുള്ള നമുക്കറിയാം ഗുൽഗുലുവും ഗോമേതകവും എന്തിനുള്ളതാണെന്ന്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ, ആയുർവേദം കഴിച്ചിട്ടുള്ളവർക്കറിയാം. ഗോമേതകം എന്തിനുള്ളതാണ്? ഒരു മരുന്നാണ്, ആയുർവേദ മരുന്നാണ്. Yeah, Gulgulu and Gomeda is the river of healing and gold is economy. ദൈവം മനുഷ്യന് നൽകിയതായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ചാണ് അവിടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നദി ദൈവത്തിന്റെ നദിയായി, ദൈവത്തിന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന നദിയായി ഒഴുകി വന്ന് മനുഷ്യരായ നമുക്ക് വേണ്ടി നമുക്ക് പ്രോസ്പെരിറ്റി, നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പ്രോസ്പെരിറ്റിയും at the same time healing for our sickness of whatever we had. But അന്ന് പാപവും ഒന്നും ലോകത്തിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നു. എന്നാൽ അതിനുശേഷം മനുഷ്യൻ പാപം ചെയ്തതിന്റെ മനുഷ്യ ഫലമായിട്ട്, അതിന് അനന്തര ഫലമായിട്ട് രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനുഷ്യ ജീവിതത്തിൽ വരുവാനിടയായി തീർന്നു. എന്നാൽ അന്ന് തന്നെ ദൈവം തന്റെ നദി ഒഴുക്കി ഈ ഏദൻ തോട്ടത്തിലൂടെ തന്നെ അവരെ ഹീൽ ചെയ്യുവാനായിട്ടുള്ള റെമഡി കൂടി ദൈവം അവിടെ ഒരുക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമ്മൾ വായിക്കുന്നത് ഗീഹോൻ. ഇറ്റ് ഈസ് ആക്ച്വലി ദ വേർഡ് ദ റിവർ ഗീഹോൻ, ദ നെയിം മീൻസ് ഇറ്റ് ഈസ് ബേഴ്സ്റ്റിംഗ് ഓഫ് ഗ്രോത്ത്. നമ്മൾ വളരുവാനായിട്ടും നമ്മളെ വേണ്ടി ഒരുക്കിയായിട്ടുള്ള ഒരു റിവറായിട്ടാണ് ആ ഗീഹോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. പിന്നെ നമ്മൾ വായിക്കുന്നത് ഹിഡേക്കൽ. ഹിഡേക്കൽ ഈസ് ദ റിവർ ഓഫ് പീസ്. പീസ് ആണ് ആ റിവറിനെ കുറിച്ച് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് റിവർ ദാറ്റ് വി യുഫ്രൈറ്റിസ്, ഫ്രാത്ത് റിവർ, ദ റിവർ ഓഫ് റിഡംഷൻ ഓർ ഗ്രേസ്. സോ നമ്മളിവിടെ കാണുന്നതായിട്ടുള്ള 4 ശാഖകളായിട്ട് പിരിഞ്ഞു പോയ ദൈവത്തിന്റെ ഈ നദി മനുഷ്യനെ സന്തോഷിപ്പിക്കാനായിട്ടും മനുഷ്യനെ ഹീൽ ചെയ്യാനായിട്ടും മനുഷ്യന് വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടതായിട്ടുള്ള എല്ലാം നൽകുവാനായിട്ടും, അത് മാത്രമല്ല അവനെ റിഡീം ചെയ്യുന്നതിനായിട്ടുള്ള, അവന്റെ വീഴ്ചയിൽ നിന്ന് അവനെ ഉയർത്തുന്നതിനായിട്ടുള്ള ഒരു നദി. അങ്ങനെ 4 നദികളായിട്ട് നമ്മൾ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ച് നൽകിയതായിട്ടുള്ള ഒന്നാണ്. God has given us all the elements that we need to prosper, to be healed and need to be not to be afraid, at the same time to be redeemed from our sicknesses of faults and sins that when we are in those situations. അതിൽ നിന്നൊക്കെ നമ്മെ വിടുവിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയതായിട്ടുള്ള ഒരു നദിയാണ് ഇവിടെ. അപ്പം ഇവിടെ കോരപുത്രന്മാർ പറയുന്നത് ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കും. There is a spring that flows from the cross of Calvary that cleanses us from the impurity and brings peace and joy and prosperity in our lives when we are comforted and consoled by that river that flows from the cross of Calvary. കർത്താവ് ശമരിയക്കാരത്തെ സ്ത്രീയോട് പറയുകയുണ്ടായി, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല, അതിൽ നിന്ന് കുടിക്കുന്നവൻ ജീവനുള്ള ഉറവയായി തീരും. It becomes a source of living water from the person who drinks of me. എന്നിൽ നിന്ന് കുടിക്കുന്നവന് ജീവനുള്ള ഉറവയായി അത് മറ്റുള്ളവരെ ജീവൻ നൽകുന്നതായിട്ട് തീരും എന്ന് പറയുന്നു. The Church of Jesus Christ is like a well ordered and surrounded by mighty walls of peace and joy and justice, protected by the Almighty, fairly built and adorned by infinite wisdom of God. And the people of God, like you and me, are to enjoy the peace and joy and the hope. That is when, അതാണ് ദൈവനിവാസത്തെ, അത്യുന്നതന്റെ
വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഭൂമി കുലുങ്ങുന്നുണ്ട്, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴുന്നുണ്ട്, അതിലെ വെള്ളം ഇരച്ചു കലങ്ങുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഒക്കെയും മധ്യത്തിൽ the stream of peace and love and healing and redemption and joy that flow through among all of these things will ദൈവനിവാസത്തെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ദൈവജനത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. സോ ത്രൂ അവർ ലൈഫ്സ് വെൻ വി ആർ വിത്ത് ഗോഡ് ആൻഡ് വി ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ഭയമില്ലാതെയും ജീവിക്കുന്നവരായിട്ട് കാണുമ്പോഴാണ്. So what God wants to rejoice in us is because when we live a life that is full of joy and peace in the midst of all the problems that happening around us. The psalm is also about peace in our lives in times of troubles and difficulties. The world is in a situation where everybody is afraid. Everybody is afraid because we don't know a solution to the problem. പലപ്പോഴും നമ്മൾ ഭയം വരുന്നത് when we feel we don't have a solution. എന്നാൽ ഒരു പ്രശ്നം വന്നു, അതിനൊരു പരിഹാരമുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഭയം വരത്തില്ല. ഇവിടെ what's happening today in this world is that we have an enemy and we don't know how to defend ourselves against this enemy. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാനായിട്ട് ദൈവം തരുന്ന ചില അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. When we feel helpless, we don't know what to do and we don't know what the solution to it. That is when we have to believe that there is a God who is in control and take control of the situation. He will actually protect us and shield us. എന്നുള്ളത് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടയായിത്തീരണം എന്നുള്ളതാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ദൈവം യെരമ്യാ പ്രവാചകൻ ദൈവദിനത്തെക്കുറിച്ച് 17-ാം അധ്യായത്തിൽ ജെറമ്യ ചാപ്റ്റർ 17 പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ദേ ഹാവ് forsaken the Lord, the fountain of living water. 17-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. എന്റെ പുകഴ്ചയല്ലോ. അവരോട് യഹോവയുടെ വചനം എവിടെ? അത് വരട്ടെ എന്ന് പറയുന്നു. 2:13 കൂടെ വായിച്ചേ രമ്യ. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയെ അന്വേഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. സോ ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു സംഗതി ഇതാണ്. കുഴിക്കുന്നതെല്ലാം പൊട്ടക്കിണറുകളാണ്. കുഴി ഒരുപാട് നടക്കുന്നുണ്ട്, പക്ഷേ കുഴിക്കുന്നതെല്ലാം പൊട്ടക്കിണറുകളാണ്. ഇന്ന് ഞാൻ വായിക്കുന്നുണ്ട് ഏതാണ്ട് 160-ൽ പരം ലാബുകളാണ് ഇന്ന് എഫേർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു ഈ പ്രോബ്ലംസിന് ഒരു വാക്സിനോ അല്ലെങ്കിൽ ഒരു മെഡിസിനോ ക്യൂറോ കണ്ടുപിടിക്കാനായിട്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദം എൻ്റെ പിന്നെ ബ്ലാങ്ക് വാൾ. അവർ കുറേ റിസർച്ച് നടത്തി കഴിയുമ്പോഴത്തേക്ക് അവർ അതിന് ദേ ആർ ഹിറ്റിംഗ് എ ബ്ലാങ്ക് വാൾ. അതുകൊണ്ട് വീണ്ടും അവർ ആദ്യം മുതൽ വീണ്ടും തുടങ്ങുന്നതായിട്ട് വരും. സോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫ്രസ്ട്രേറ്റിംഗ് വർക്ക് ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻ ലോട്ട് ഓഫ് ലാബ്സ് അറൌണ്ട് ദ വേൾഡ്. പക്ഷെ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ദൈവം ഇതിൻ്റെ മധ്യത്തിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു കളയരുത് എന്ന് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നവരായിട്ടുള്ള ഒരാൾ പൊട്ടക്കിണറുകളെ കുഴിക്കുന്നവരായിട്ട് തീരാതെ ദൈവത്തിൽ ആശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി തീരുമ്പോൾ ആ ജീവനുള്ള ഉറവയിൽ നിന്ന് കുടിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. ദിസ് ഈസ് എ ടൈം to reflect on our lives so that we can drink from the living water that comforts us and brings joy and peace to us, and then rejoices. will give joy to God during this time. ദൈവം സന്തോഷിക്കുന്ന അവസ്ഥയായിട്ട് ഈ സമയങ്ങളിൽ തീരണമെങ്കിൽ നാം സന്തോഷമുള്ളവരായി ഭയമില്ലാത്തവരായി ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരായി തീരണം. There is a river that does not deceive and spring that will not dry up. യെരമ്യാ പ്രവചനം തന്നെ വീണ്ടും അദ്ദേഹം
യെരമ്യാ പ്രവാചകൻ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, why is my pain perpetual and my wound incurable, which refuses to be healed? With thou altogether unto me as a liar and a water that fail. നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ എന്ന് ഈ പ്രവാചകൻ ജനത്തെക്കുറിച്ച് പ്രവചിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. Are you going to be like a dry and parched desert, a river that flows to water dry and parched land, a river that the waters fail in the river? വെള്ളം വറ്റിപ്പോകുന്ന ഒരു നദിയായിട്ട് നിങ്ങൾ തീരുമോ എന്നാണ് പ്രവാചകൻ അവിടെ കുറിച്ച് ചോദിക്കുന്നത്. So the river that we saw in the Garden of Eden is still flowing through the New Jerusalem. We the people of God is the New Jerusalem, where God is still sending his river, all the 4 branches of his river for our healing, our redemption, our peace and hope and joy, and that is to experience for the blessing of his people. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. There is a river that flows through the middle of it എന്ന് നമ്മളിപ്പോൾ വായിച്ചതാണ്. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. When future looks bleak and our surroundings look dry and barren, God is our source of comfort. അതാണ് പ്രധാനമായിട്ട് ഈ സങ്കീർത്തനം നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള. A crisis does not make a person, but a crisis reveals a person. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് we are revealing ourselves. Who are we? To reveal to the world that we are a group of people who are not afraid. We have a hope. We have a trust in a God who is in control of all of these things. So we need to not to be afraid, but to be refreshed and encouraged by the power of the Holy Spirit during these days. നമ്മൾ വായിക്കുന്ന യെശയ്യാ പ്രവചനത്തിൽ 26-ാം അധ്യായത്തിൽ വായിക്കുന്ന, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. You will keep him in perfect peace, those whose mind is steadfast. പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയും ദൈവം അതിനായിട്ടുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് തരികയും ചെയ്യുന്നു. We have to be constantly trusting in God. He is an almighty powerful God who is more powerful than any earthquakes or any troubles that can happen around us. ഒരു ഭൂമി കുലുക്കത്തിന്റെ ഇടയിൽ ഒരു ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിച്ചതിന് ശേഷം കൈയടിച്ച് പാട്ടുപാടാനായിട്ട് തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം they were trying to run for cover in the midst of that earthquake. എന്നാൽ ഈ മനുഷ്യൻ പേടിക്കാതെ, യാതൊരു ഭയവുമില്ലാതെ ആ പ്രാർത്ഥനയുടെ ഇടയിൽ നിന്ന് ഓടിപ്പോകാതെ, അവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാ, ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോയി, ഇദ്ദേഹം മാത്രം കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പം അവരെല്ലാം കൂടെ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇങ്ങനെ എന്താ ഓടാത്ത, എന്താ വെച്ചാ ഓടാത്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പുള്ളി പറഞ്ഞു, ഭൂമിയെ കുലുക്കാനായിട്ടുള്ള ശക്തിയുള്ളവനായ ഒരു ദൈവം ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. Now I understand that there is a God who can shake the earth. So why I have to be afraid? Because he can stop it from shaking. എന്നാണ് പുള്ളി പറഞ്ഞതായിട്ട് ഞാൻ വായിക്കുന്നുണ്ടായത്. ആ ഒരു ധൈര്യം നമ്മളെ ശക്തിപ്പെടുത്തണം. God knows what is happening. He knows when the earth shakes. He knows when the trouble in the ocean happens and all the waves are roaring against us. He knows all of that things. But he is the one who is in control. And we don't have to be afraid. Whatever personal troubles or catastrophe that we are going through, the death of a loved one, or people getting sick, relationship conflicts or problems that trouble us with no answers. But remember, God is bigger than any of our problems. He is readily available to help us, and when we take refuge in him. 114-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന, he turned the rock into a standing water. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവുമാക്കിയിരിക്കുന്നു. 114-ാം സങ്കീർത്തനം. He turned the rock into standing water and the flint into a mountain of waters. അവൻ തീക്കല്ലിനെ നീരുറവയാക്കുന്ന ദൈവമാണ്. പാറയെ ജലതടാകമാക്കുകയും
തീക്കല്ലിനെ നീരുറവയാക്കുകയും ചെയ്യുന്നവനായിട്ടുള്ള ദൈവം ഈ പൊരിയുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് നീരുറവയും തടാകവും നൽകി നമ്മെ തണുപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായി നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു കളയരുത്. സോ നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് അറൌണ്ട് us, let us rejoice and let us be happy because we have a God who is in control and he knows what is going to happen at the end, and everything will work out for good for them that love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. We have to repeat that verse over and over again. Everything will work for the good for those who love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. ഈ ഒരു സംഭവത്തിന്റെ മധ്യത്തിൽ ആരും തളർന്നു പോകാതെ, ഭയപ്പെട്ടു പോകാതെ ഇരിക്കുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പീസ് ലൈക്ക് എ റിവർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ഒരു ഇംഗ്ലീഷ് സോങ് ആണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ, പീസ് ലൈക്ക് എ റിവർ അറ്റൻഡത്ത് മൈ വേ എന്ന് പറഞ്ഞാൽ ഹൊറേഷ്യസ് സ്പാഫർഡ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ എഴുതിയതായിട്ടുള്ളൊരു പാട്ടാണ്. ഹൊറേഷ്യസ് സ്പാഫർഡ് വാസ് എ ബിസിനസ് മാൻ ഇൻ ഷിക്കാഗോ ഇൻ ദ 1870s. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ ഒരു സംഭവം, അദ്ദേഹത്തിന്റെ 4 വയസ്സുള്ള ഒരു മകൻ മരിച്ചു പോവുകയുണ്ടായി. When the child was 4 years old, he was sick with pneumonia and he died. And then after a few years after that, he lost some of his properties that he owned in Chicago in that big fire in Chicago. In November of 1873, the family was then planning to go to a revival meeting in England. ഇംഗ്ലണ്ടിലേക്ക് ഒരു ക്രിസ്തീയ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹവും ഭാര്യയും മക്കളും പോകാനായിട്ട് 1873 നവംബറിൽ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു കപ്പലിൽ പോകാനായിട്ടെല്ലാം പ്ലാൻ ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഭാര്യയും മക്കളും പോയി. എന്നാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ബിസിനസ്സിൻ്റെതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് he had to stay back. Only his 3 daughters and his wife had to leave to England in a ship. He was left behind. എന്നാൽ അവര് പോയതായിട്ടുള്ള കപ്പലിലെ പെൺമക്കളും കൂടി പോയതായിട്ടുള്ള കപ്പല് മറ്റൊരു കപ്പലുമായിട്ട് കൂട്ടിയിടിക്കുകയും ഒരു വലിയ അപകടമുണ്ടായി. 276 people died. And out of the people who actually were saved was his wife, but all the 4 daughters died in that accident, in that shipwreck. ആ ഭാര്യ she was saved from, and when she reached land in England, she sent him a telegram. ആ ടെലഗ്രാമിൽ ഇങ്ങനെയാണ് അവര് ഭർത്താവിനെ അറിയിച്ചത്: saved alone, what shall I do? She listed the name of the 4 daughters and said all of them died. What shall I do? You can look for that story online. If you search for saved alone telegram, that particular telegram is saved in the Smithsonian Museum. You can see the copy of that telegram. Saved alone, what shall I do? Our children perished, our children died, our neighbors died എന്ന് പറഞ്ഞാണ് അവർ ആ ടെലഗ്രാം എഴുതിയിരിക്കുന്നത്. So he was grief stricken. പല പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. ഇപ്പോഴിതാ തൻ്റെ 4 മക്കള് വിട്ടുപിരിഞ്ഞ് ഈ ലോകത്ത് നിന്ന് പോയി. തൻ്റെ ഭാര്യ മാത്രം അവശേഷിച്ചു ഇംഗ്ലണ്ടിലും, അദ്ദേഹം ഇവിടെ ഷിക്കാഗോയിലുമായി. എന്നാൽ അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് തൻ്റെ ഭാര്യയോട് ചേരുന്നതിന് വേണ്ടി he actually took another trip. He took another ticket and set sail on another ship to join with his wife. തൻ്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടി പോയതായിട്ടുള്ള കപ്പല് ഈ യാത്രയുടെ മധ്യത്തിൽ അതേ സ്ഥലത്തുകൂടി ഇങ്ങനെ പോയ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു വെളിച്ചത്തിൽ നിന്നാണ് he got a revelation from God about how to find peace എന്നുള്ള ഒരു ദൈവത്തിൽ നിന്നുള്ളതായിട്ടൊരു ദൂത് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. He was so sad when he went through that same place. ആ ഷിപ്പ് ആ സ്ഥലത്തുകൂടി പോയ സമയത്ത് വളരെ പ്രയാസം തോന്നിയെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വളരെ സമാധാനത്താൽ നിറയ്ക്കുകയുണ്ടായി. He was filled with peace and he went into his room and started praying, and that is when he wrote that song, that very famous song that says, peace like a river attendeth my way,
when sorrows like sea billows roll. Whatever my lot, thou hast taught me to say, it is well with my soul. അതിനകത്ത് ഒരു വാക്യം, അതിനകത്ത് one of the stanzas that read like this: though Satan should buffet, though trials should come, let this blessed assurance control, that Christ has regarded my helpless estate and shed his own blood for my soul. And Lord, haste the day when my faith shall be sight, the clouds be rolled back as a scroll, the trump shall resound, and the Lord shall descend. Even so, it is well with my soul. It is well with my soul എന്ന് പറഞ്ഞാണ് ആ പാട്ടുകാരൻ തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ പാട്ട് എഴുതി. ഇന്നും അനേകരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പാട്ടാണത്. Though Satan should buffet, though trials should come, let this blessed assurance control, when peace like a river attendeth my way. സമാധാനം ഒരു നദി പോലെ എൻ്റെ ജീവിതത്തിൽ വന്ന് ഒഴുകുമ്പോൾ, ഈ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെയും മധ്യത്തിൽ സമാധാനം കണ്ടെത്തുവാനായിട്ട് എനിക്ക് കഴിയുന്നത് ആ ഒരു നദി, like a river coming and flowing through all of these situations. There is a river that calms our spirits, that cools our lives during this difficult and stormy times. There is a river that flowed from the cross of Calvary. Even today, whoever goes there and drinks from it, the source of living water, will give us the peace that we need and will calm our fears. ദാവീദ് 63 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. When I am thirsting for you in a dry and parched land where there is no water, my whole being belongs to you എന്ന് നമ്മൾ വായിക്കുന്നു. You are a God who gives us water in the midst of our thirst. വെള്ളമില്ലാതെ നമ്മൾ ഉണങ്ങി വരേണ്ട അവസ്ഥയിൽ വരുന്ന സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനും നമ്മുടെ ദാഹം തീർക്കുന്നതിനും വേണ്ടി യേശുക്രിസ്തുവിലൂടെ ജീവനുള്ള ഉറവായി ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ആ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ജീവജല നദിയിൽ നിന്ന് കുടിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. നമ്മൾ മാത്രമല്ല, നമ്മളെ കാണുന്നവരും കൂടി ആ സന്തോഷം അനുഭവിക്കുന്നവരായിത്തീരണം. We have to become a source of that living water that cools and calms the fears of other people. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദിവസങ്ങളിലുള്ള മിഷൻ for not only in our lives but also the others who see us because we are Christians. We believe in a God who gives us that peace in the midst of all of these difficult times that we are going through.